എമ്പുരാൻ എന്ന സിനിമ ഇങ്ങനെ പാൻ ഇന്ത്യയിൽ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാൻ ഇന്ത്യ കത്തിക്കാൻ ഇതിലും കൂടിയൊരു ഡോസ് ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് എന്നുകൂടി ഓർക്കണം. ഇതൊക്കെ ഒന്ന് അടങ്ങുമ്പോഴായിരിക്കും മറ്റേ സംഭവം എത്താൻ പോകുന്നത്. ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ മോഹൻലാൽ എത്തിയിരിക്കുന്നത്. സംഭവം പറഞ്ഞു വരുന്നത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ 3ാം പാർട്ടിനെ കുറിച്ചാണ്. മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിന്റെ ദൃശ്യം 3. എന്നാൽ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും ദൃശ്യം 3യെ നോക്കിക്കാണുകയാണ്. മലയാളത്തിൽ നിന്നാണ് ഇതിന്റെ ഒറിജിനൽ എന്ന് പലരും ഇപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം എത്തിയാൽ പിന്നെ ഉണ്ടാക്കാൻ പോകുന്ന കഥ പറയേണ്ടതില്ലല്ലോ. ഹിന്ദിയിലും തെലുങ്കിലും കൊറിയൻ ചൈനീസ് ഭാഷകളിലും ഉൾപ്പെടെ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ 3ാം ചിത്രം എന്ന് ആരംഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ. ഇപ്പോഴത്തെ ജോർജ് കുട്ടി വീണ്ടും വരുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് മോഹൻലാൽ. എമ്പുരാൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഹോളിവുഡ് റിപ്പോർട്ടർക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം എത്തിയത്. ദൃശ്യം 3 ഉറപ്പായും വരും. അണിയറയിൽ സിനിമ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ഏറെക്കുറെ റെഡിയാണ്. ഫൈനൽ ആയിട്ടില്ല. ജിത്തു ആണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. എന്തായാലും ദൃശ്യം 3 വരും. ഒരുപാട് പേർ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. എമ്പുരാന്റെ ഒരു വലിയ ഓളം അങ്ങോട്ട് തീരുമ്പോൾ ദൃശ്യം 3 വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ പോലും നടത്തുന്നത്. ദൃശ്യം 3യുടെ വരവ്, അതിന് ഇതുപോലൊരു പ്രൊമോഷനൊക്കെ കൊടുത്താൽ പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കാൻ പറ്റുമോ എന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും എമ്പുരാൻ ഇപ്പോൾ വലിയ തരംഗമാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രീസെയിൽ ബിസിനസ് ഒക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ ഇനി വരാൻ പോകുന്ന പല മോഹൻലാൽ സിനിമകൾക്കും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു റീച്ചിലേക്ക് മോഹൻലാൽ എന്ന താരം വളരുകയാണ്. മലയാള സിനിമയിലെ മോഹൻലാൽ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷനുകളെ കുറിച്ചും 100 കോടി ക്ലബ്ബുകളെ കുറിച്ചും സംസാരിക്കുകയാണ് മോഹൻലാൽ ഇപ്പോൾ. ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയെല്ലാം എങ്ങനെയാണ് കാണുന്നത് എന്ന ചോദ്യത്തിന് 100 കോടിയും 200 കോടിയും ഒക്കെ ബിസിനസ് കണക്കുകൾ മാത്രമാണെന്നും മറിച്ച് 47 വർഷം ഇവിടെ നിൽക്കാൻ പറ്റിയെന്നതാണ് പ്രധാനമെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. 47 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട യാത്രയാണ്. പ്രേക്ഷകർ തരുന്ന സ്നേഹവും വാത്സല്യവുമാണ് പണത്തെക്കാൾ വലുത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും. 100 കോടിയും 200 കോടിയും ഒക്കെ പുതിയ കാര്യങ്ങളാണ്. ഞങ്ങൾ സിനിമ തുടങ്ങിയ കാലത്ത് ബോക്സ് ഓഫീസ് ഹിറ്റുകളെ കുറിച്ച് ചിന്തിക്കാറില്ലായിരുന്നു. അന്നത്തെ കാലത്ത് എല്ലാം അങ്ങനെയായിരുന്നു. ഇന്നത്തെ കാലത്ത് 100 ദിവസമോ 50 ദിവസമോ സിനിമ ഓടുക എന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പണം എന്നത് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മുടക്കിയ പണം തിരിച്ചു കിട്ടുക എങ്കിലും വേണം. അല്ലാതെ 100 കോടിയോ 200 കോടിയോ എന്നതൊന്നും വിഷയമല്ല. എന്റെ സിനിമകൾ അത്തരം ക്ലബ്ബുകളിൽ കയറുന്നു എന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും നടനും നിർമ്മാതാവ് എന്ന നിലയിൽ അതിലെനിക്ക് സന്തോഷമുണ്ട്. വരാനിരിക്കുന്ന സിനിമകളിലും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. എന്തായാലും മോഹൻലാൽ പറഞ്ഞതുപോലെ തന്നെ എമ്പുരാന്റെ ഈ ടൈപ്പിലുള്ള ബുക്കിംഗ് കാണുമ്പോൾ മോഹൻലാൽ ഇപ്പോൾ സന്തോഷം തന്നെ ആയിരിക്കും. അഡ്വാൻസ് ബുക്കിംഗിൽ ഓരോ രാജ്യങ്ങളിലും മോഹൻലാലിന്റെ എമ്പുരാൻ എന്ന സിനിമ പല റെക്കോർഡുകളും സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ് ബുക്കിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രമായ എമ്പുരാൻ. ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത റെക്കോർഡുകളാണ് ചിത്രം തുറന്നു വയ്ക്കുന്നത്. ഇപ്പോഴത്തെ ഓസ്ട്രേലിയയിലും സിനിമയ്ക്ക് വമ്പൻ ബുക്കിംഗ് ആണ് ലഭിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 1.72 കോടിയാണ് എമ്പുരാൻ പ്രീ സെയിലിൽ ഇതുവരെ നേടിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിലാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും. സത്യത്തിൽ 13 ദിവസമായി ഞാൻ 2 പേരുടെ ഫോണെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുകയായിരുന്നു ആന്റണി പെരുമ്പാവൂർ. ലാൽ സാറിന്റെയും പൃഥ്വിരാജിന്റെയും അത്തരമൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ആശങ്കയുടെ ഇരുളകന്ന് പുതിയ പ്രഭാതം വിടർന്നു എന്ന് ഞങ്ങൾ പോസ്റ്ററിൽ എഴുതിയ പോലെയായിരുന്നു കാര്യങ്ങൾ. ഇനി 10 ദിവസം കൊണ്ട് 30 ദിവസത്തെ കാര്യങ്ങൾ ചെയ്യണം. 27-ന് എമ്പുരാൻ ലോകം മുഴുവൻ തിയേറ്ററിലെത്തിക്കാൻ നിർത്താതെ ഓടണം. ആ ഓട്ടമാണ് നമ്മളിപ്പോൾ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റേതുമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പ്രൊമോഷൻ വരെ നമ്മൾ കണ്ടു. ഇനി എങ്ങോട്ടാണ്?